വേദപാഠം 4-ാം ക്ലാസ്സിലെ തിരുപ്പട്ടം എന്ന അധ്യായത്തിലെ വൺ വേഡ് ആൻസറുകളും ക്വസ്റ്റ്യൻ ആൻസറുകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്നത്. 70-ാം പേജിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച നല്ല ഇടയനാണ് ഈശോ. അതിൽ ചോദിക്കുന്നത് ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച നല്ല ഇടയൻ ആരാണ്? ഈശോ. രണ്ടാമത് ഒരെണ്ണോടെ ആ പാരഗ്രാഫിൽ തന്നെയുണ്ട്. സ്ലീഹന്മാരുടെ പിൻഗാമികൾ ആരാണ്? മെത്രാന്മാർ. ഇനി 71-ാം പേജിൽ പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം മുൻപിൽ വയ്ക്കപ്പെട്ടവൻ എന്നാണ്. അങ്ങനെ രണ്ടെണ്ണമാണ് ഈ 2 പേജിലും ഉള്ളത്. 72-ാം പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു വൺ വേർഡുണ്ട്. അതിൽ വൈദികരുടെ പൗരോഹിത്യത്തിന് പറയുന്ന പേരെന്താണ്? ശുശ്രൂഷ പൗരോഹിത്യം. അതിൽ തൊട്ടടുത്തുള്ള പാരഗ്രാഫാണ്. തിരുപ്പട്ട കൂദാശയിലെ പ്രധാന ഭാഗം ഏതാണ്? കൈവപ്പ് ശുശ്രൂഷയാണ്. 12-ാം പാഠത്തിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് പുരോഹിതർ? ആൻസർ തുടങ്ങുന്നത് 70-ാം പേജിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഈശോയിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും ഈശോയ്ക്കും അവിടുത്തെ സഭയ്ക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരുമാണ് പുരോഹിതർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തിരുപ്പട്ട കൂദാശ എന്നാൽ എന്ത്? 71-ാം പേജിൽ സുവിശേഷ പ്രഘോഷണം, കൂദാശകളുടെ പരികർമ്മം, അജപാലനം എന്നിവ വഴി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി മെത്രാന്മാരെയും വൈദികരെയും കൃപാവരം നൽകി അധികാരപ്പെടുത്തി നിയോഗിക്കുന്ന കൂദാശയാണ് തിരുപ്പട്ടം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പുരോഹിതൻ്റെ പ്രധാന കടമകൾ എന്തെല്ലാം? 71-ാം പേജിൽ തന്നെയുണ്ടത്. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നിവയാണ് ഒരു പുരോഹിതൻ്റെ പ്രധാനപ്പെട്ട കടമകൾ. 4-ാം ക്വസ്റ്റ്യൻ ആൻസർ, പൊതു പൗരോഹിത്യം എന്നാൽ എന്ത്? അതും 71-ാം പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ തിരുവചനങ്ങൾ പഠിച്ചും. 4-ാമത്തെ ക്വസ്റ്റ്യൻ, പൊതു പൗരോഹിത്യം എന്നാൽ എന്ത്? തിരുവചനങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും കൂദാശകളിൽ വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നും മാതൃകാപരമായ ജീവിതം നയിച്ചും നാം ഈ പൗരോഹിത്യത്തിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. ഈ പൗരോഹിത്യത്തെ പൊതു പൗരോഹിത്യം അഥവാ രാജീ പൗരോഹിത്യം എന്ന് പറയുന്നു.